Hello friends, Technique Malayalam channel മറ്റൊരു അൺബോക്സിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം, ഡിസംബർ 31 2020 അവസാനത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ 2020 ഗുഡ് ബൈ പറയുകയാണ്. എല്ലാവർക്കും തന്നെ വളരെ മോശമായ ഒരു വർഷമായിരുന്നു. നമുക്കറിയാം, പാൻഡമിക്കിൻ്റെ സിറ്റുവേഷനും എല്ലാം കൊണ്ടും തന്നെ വളരെ ഒരു മോശമായ വർഷമായിരുന്നു. അപ്പോൾ ഈ വർഷത്തെ അവസാന അൺബോക്സിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അടുത്ത വർഷം വളരെയധികം നല്ല പ്രൊഡക്ട്സ് സ്റ്റാർട്ടിങ്ങിന് ജാനുവരി തന്നെ വളരെ ഒരു ഇംപ്രസീവ് ഡിവൈസിൻ്റെ അൺബോക്സിംഗ് വരുന്നുണ്ട്. എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല ഏതാണെന്നുള്ളത്, ജാനുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ ഉണ്ടാവും. പക്ഷേ അതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ അൺബോക്സിങ്ങിലേക്ക് പോകാം. ഞാനൊരു പുതിയ ലാപ്ടോപ്പ് മേടിച്ചു. ഏതാണെന്ന് അറിയണ്ടേ? മാക്ബുക്ക് പ്രോ M1. അപ്പോൾ നമുക്കറിയാം, നവംബറിൽ ആപ്പിൾ പുറത്തിറക്കിയ ലേറ്റസ്റ്റ് മാക്ബുക്ക് സീരീസിൽ മാക്ബുക്ക് എയർ ഉണ്ടായിരുന്നു, മാക്ബുക്ക് പ്രോ ഉണ്ടായിരുന്നു. രണ്ടും തന്നെ M1 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ്. ആപ്പിളിൻ്റെ ഓൺ പ്രോസസ്സറാണ്, ചിപ്സെറ്റാണ് വരുന്നത്. അത് മാക്ബുക്ക് പ്രോ M1ഉം മാക്ബുക്ക് എയർ M1 അങ്ങനെ രണ്ട് വേരിയൻ്റാണ് വന്നത്. എയർ എന്ന് പറഞ്ഞാൽ കുറേ കൂടെ സ്ലിം ഡിവൈസാണ്, ഫാൻലെസ് ഡിവൈസാണ്. ഇൻഫാക്റ്റ് സ്പെക്ക് വൈസ് കാര്യമായ ഡിഫറൻസ് ഒന്നും തന്നെ ഇല്ല. 8GB ഓഫ് റാമും 256GB ഓഫ് സ്റ്റോറേജുമാണ് ബേസ് വേരിയൻറ്റിൽ വരുന്നത്. പക്ഷേ GPUവിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ബേസ് വേരിയൻറ്റ്. പക്ഷേ ബാക്കി ഫാനാണ് മെയിനായിട്ട്. മാക്ബുക്ക് പ്രോ M1ൽ ഫാനുണ്ട്, മാക്ബുക്ക് എയറിൽ ഫാൻലെസ് ആണ്. അതേപോലെ തന്നെ ടച്ച് ബാർ ഉണ്ട് മുകളിൽ, നമ്മളെ കീബോർഡിന് മുകളിൽ ടച്ച് ബാർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ. നിങ്ങൾ മാക്ബുക്ക് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ക്വിക്കായിട്ട് മാക്ബുക്ക് പ്രോ M1ൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇത് ബേസ് 256GB 8GB റാം വേരിയൻ്റാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അൺബോക്സ് ചെയ്തതിൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയാം. കുറച്ച് ദിവസം യൂസ് ചെയ്തതിന് ശേഷമുള്ള അഭിപ്രായം പറയാം. അപ്പോൾ അൺബോക്സിങ്ങിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ക്വിക്കായിട്ട് അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് മാക്ബുക്ക് പ്രോ M1 വേരിയൻറ്റ്. ഏറ്റവും പുതിയ പവർഫുള്ളായ ചിപ്സെറ്റാണ് M1. ഇതിനകത്ത് 8GB ഓഫ് റാമും 256GB സ്റ്റോറേജുമാണ്. ഇത് ബേസ് വേരിയൻ്റാണ് മാക്ബുക്ക് പ്രോ M1ൻ്റെ. അപ്പോൾ മാക്ബുക്ക് പ്രോ M1 എഴുതിയത് കാണാം. ബാക്കിൽ നമുക്ക് ഇത് എഴുതിയിട്ടുണ്ട്, മെമ്മറി ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. 8GB ഓഫ് റാം, 256GB ഓഫ് സ്റ്റോറേജും, 13-inch മാക്ബുക്ക് പ്രോ ആണ്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും തന്നെ നമുക്ക് കാണാം ഇവിടെ. അപ്പോൾ മാക്ബുക്ക് പ്രോ നമുക്ക് ജസ്റ്റ് സീലൊന്ന് തുറക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തുറക്കാം. അപ്പോൾ ഇത് ഒരു വളരെ പവർഫുള്ളായ ഒരു പ്രോസസ്സറാണ്. നമുക്കറിയാം ആപ്പിൾ എത്രത്തോളം ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ ഇൻ്റൽ കോർ i7-നേക്കാളൊക്കെ പവർഫുള്ളായിട്ടാണ് ആപ്പിൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ എത്രത്തോളം ഇതിൻ്റെ പവറൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അത് വഴിയെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയുന്നതാണ്. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ അൺബോക്സ് ചെയ്യാം. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ ഇതാണ് ബോക്സ് വരുന്നത്. അപ്പോൾ മുകളിൽ തന്നെ ആപ്പിൾ മാക്ബുക്ക് പ്രോ കാണാൻ നിങ്ങൾക്ക് M1 വേരിയൻ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് വെക്കാം. അപ്പോൾ ഇവിടെ വരുന്നത് ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ. ഇത് മെയ്ഡ് ഇൻ ചൈനയാണ് കേട്ടോ. ആക്ച്വലി ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ ആണെങ്കിലും ആപ്പിൾ പ്രൊഡക്ട്സ് എല്ലാം തന്നെ മിക്കവാറും ചൈനയിൽ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ ഇതും ചൈനയിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം. ഇവിടെ നമുക്ക് മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷനാണ്. കുറച്ച് 2 സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട് ആപ്പിളിൻ്റെ. അത്രേ ഇതിനകത്ത് വരുന്നുള്ളൂ. പിന്നെ എന്തൊക്കെയാണ് നോക്കാം. ഇവിടെ അഡാപ്റ്ററാണ്, മാക്ബുക്ക് പ്രോ M1ൻ്റെ അഡാപ്റ്ററാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കിതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് കൂടെയും ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ്, ഇത് 61 വാട്ട് അഡാപ്റ്ററാണ്. 61 വാട്ട് USB Type-C അഡാപ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആപ്പിളിൻ്റെ ലോഗോയും കാണാം. USB Type-C പോർട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു USB Type-C കേബിളും കാണാം. Type-C to Type-C കേബിളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ചാർജിങ്ങിനുള്ളത്. അപ്പോൾ ഇത്രയും ബോക്സിനകത്ത് വരുന്നുള്ളൂ. നമുക്ക് ക്വിക്കായിട്ടൊന്ന് സെറ്റപ്പ് ചെയ്യാം. കാരണം നമുക്കിവിടെ സ്പേസ് കൺസ്ട്രെയിൻ ഉള്ള കാരണം വളരെ ക്വിക്കായിട്ട് നമുക്ക് ഇതിനെ കുറിച്ചൊന്ന് പറയാം. അപ്പോൾ ഇതാണ് മാക്ബുക്ക് പ്രോ M1. നമുക്കിവിടെ ആപ്പിളിൻ്റെ ലോഗോ കാണാം. നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. നമ്മുടെ കയ്യിലുള്ള സിൽവർ വേരിയൻ്റാണ്. ഇൻഫാക്റ്റ് ഇത് 2 വേരിയൻറ്റിലാണ് വരുന്നത്, ഗ്രേയും സിൽവറുമാണ്. അപ്പോൾ നമുക്ക് സിൽവറാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് ആക്ച്വലി പേഴ്സണൽ ഫേവറേറ്റ് സിൽവർ തന്നെയാണ്. അപ്പോൾ ഇതുണ്ടല്ലേ, ഇവിടെ 2 പോർട്ടാണ് വരുന്നത്, USB Type-C തണ്ടർബോൾട്ട് പോർട്ടും പിന്നെ ഇവിടെ 3.5mm ഓഡിയോ ജാക്ക്. ഇത്രയും വരുന്നുള്ളൂ പോർട്ട്സ്, വേറെ ഒന്നും തന്നെ ഇല്ല. നമുക്കിവിടെ ഒരു സ്ലൈഡ് ഗ്രൂവ് ഉണ്ട് തുറക്കാനുള്ള. അപ്പോൾ മാക്ബുക്ക് പ്രോൻ്റെ ആപ്പിളിൻ്റെ ലോഗോയും കാണാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തുറക്കുമ്പോൾ ഇവിടെ ഡിസ്പ്ലേക്ക് ഒരു സ്ക്രീൻ കാണാം. അപ്പോൾ ബൂട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്കിവിടെ
ആപ്പിളിൻ്റെ കീബോർഡ് കാണാം. ഇവിടെ ടച്ച് ബാറും ഉണ്ട്. അപ്പോൾ നല്ലൊരു ടച്ച് പാഡും ഉണ്ട്. ഇവിടെ ട്രാക്ക് പാഡും വളരെ നല്ലൊരു ഭംഗിയുള്ളൊരു ട്രാക്ക് പാഡ്, വളരെ ലാർജ് ട്രാക്ക് പാഡാണ്. പിന്നെ ഇവിടെ നമുക്ക് ടച്ച് ബാറിൻ്റെ ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യാനും ബാക്ക് ലൈറ്റ് ഇതിൻ്റെ ഇൻക്രീസ് ചെയ്യാനും അതേപോലെ തന്നെ വോയിസ് കൺട്രോൾ ചെയ്യാനൊക്കെ ഉള്ള ടച്ച് പാഡ് ഉണ്ട്. പിന്നെ നമുക്ക് റെഗുലർ കീബോർഡ് ലേ ഔട്ടാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാക്ബുക്ക് പ്രോ M1 സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മാക്ബുക്ക് പ്രോ M1. അപ്പോൾ ഇതിൻ്റെ വളരെ നല്ലൊരു മികച്ച ഡിസ്പ്ലേ നമുക്ക് പറയാൻ സാധിക്കും. നല്ലൊരു റെറ്റിന ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സിസ്റ്റം പ്രിഫറൻസിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ ആപ്പിൾ ID എല്ലാം സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇവിടെ ഉണ്ട്. ടച്ച് ID ആണ് ഇതിന് പറയുന്നത്. പിന്നെ ഇവിടെ നമുക്കിവിടെ ഫീച്ചേഴ്സ് എല്ലാം കാണാൻ വേണ്ടിയില്ല. ഇവിടെ ഇതിനകത്തുണ്ട്. പിന്നെ നമുക്കിവിടെ എല്ലാ ഫീച്ചേഴ്സും കണ്ട് ടച്ച് IDയിലുള്ള പ്ലേ പോസ് ബട്ടൺ, മ്യൂട്ട്, സൗണ്ട്, വോളിയം, അങ്ങനെ ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യാനുള്ള അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്തുണ്ട്. പിന്നെ ഇതിൻ്റെ കീപാഡ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്കറിയാം വിൻഡോസ് കീപാഡ് മാതിരിയല്ല, കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് എന്താണെങ്കിലും. അപ്പോൾ ഫസ്റ്റ് ടൈം മാക് യൂസർ ആകുമ്പോൾ കുറച്ചൊരു ഡിഫറൻസ് എന്താണെങ്കിലും ഫീൽ ചെയ്യും. എങ്കിലും വളരെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി മാക് OS വിൻഡോസായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാണ് മാക്ബുക്ക് പ്രോ M1ൻ്റെ ഒരു ക്വിക്ക് സെറ്റപ്പും അൺബോക്സിങ്ങുമാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഡീറ്റെയിൽഡായി നമ്മൾ ഇതിനെക്കുറിച്ച് വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് പറയാം. അപ്പോൾ ഓവറോൾ നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ഡിസൈനാണ്. പിന്നെ തിക്നെസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ, വളരെ തിക്കൊന്നുമല്ല. പിന്നെ മാക്ബുക്ക് പ്രോ M1ഉം മാക്ബുക്ക് എയർ M1ഉം തമ്മിൽ മെയിൻ വ്യത്യാസം എന്താ വെച്ചാൽ ഇതിനകത്ത് ഫാൻസ് ഉണ്ട്, മറ്റേതിനകത്ത് ഫാൻസ് ഇല്ല. അതാണ് മേജർ ഡിഫറൻസ്. ഫാൻലെസ് ആണ് മാക്ബുക്ക് എയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ സസ്റ്റെയിൻഡ് പെർഫോമൻസ് ഉണ്ടാവില്ല മാക്ബുക്ക് എയറിൽ. ഇതായിരിക്കും കുറച്ചുകൂടി സസ്റ്റെയിൻഡ് പെർഫോമൻസ് ഉണ്ടാവും. കാരണം ഫാൻ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി നല്ല പെർഫോമൻസ് കിട്ടുന്നതാണ്. ഹീറ്റ് ഡെസിപ്പേഷന് കുറച്ചുകൂടി ബെറ്റർ ആയ ഒരു ആസ്പെക്റ്റാണ് വരുന്നത്. അപ്പോൾ ഇതാണ് മാക്ബുക്ക് പ്രോ M1ൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിങ് സെറ്റപ്പും. അപ്പോൾ ഇതായിരുന്നു മാക്ബുക്ക് പ്രോ M1ൻ്റെ അൺബോക്സിങ് വീഡിയോ. അപ്പോൾ ഞാനിപ്പോൾ അൺബോക്സ് ചെയ്തിട്ട് കുറച്ച് നാളായി. ആക്ച്വലി ഈ വീഡിയോ ഞാൻ ഇന്നാണ് പോസ്റ്റ് ചെയ്യുമെങ്കിലും അൺബോക്സ് ചെയ്തിട്ട് ഒരു 4-5 ദിവസമായി. അപ്പോൾ 4-5 ദിവസത്തെ ഫസ്റ്റ് 4-5 ഡേയ്സിൽ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. നമുക്കറിയാം മാക്സ് ഓൾറെഡി നല്ല സുപ്പീരിയർ ബിൽഡ് ക്വാളിറ്റിയാണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേ വളരെ ക്രിസ്പ് ആൻഡ് ഷാർപ്പ് ഡിസ്പ്ലേ ആണ്, റെറ്റിന ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഒരു റെസൊല്യൂഷനാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പോർട്സിൻ്റെ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ഒരു പ്രോബ്ലമാറ്റിക് എന്ന് പറയാവുന്നത്. കാരണം 2 USB Type-C തണ്ടർബോൾട്ട് പോർട്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ വിൻഡോസ് ലാപ്ടോപ്സും ഈ രീതിയിലേക്കാണ് പോകുന്നതെങ്കിലും USB Type-C മാത്രമേ ഉള്ളൂ. Type A 3.0 ഒന്നുമില്ല. അതാണ് ഒരു പ്രോബ്ലം ആക്ച്വലി. അപ്പോൾ ബാക്കി 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്. അപ്പോൾ തണ്ടർബോൾട്ട് പോർട്സ് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഒരു ഹബ്ബ് മേടിക്കേണ്ടി വരും നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് മെയിനായി യൂസ് വരുന്നത് SD കാർഡ് ഉണ്ട്, പെൻ ഡ്രൈവ്സ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഇതിനകത്ത് വർക്ക് ആവത്തില്ല. അതിനൊരു ഹബ്ബ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. പിന്നെ ഇതിൻ്റെ വേറെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വളരെ മികച്ചതാണ്. ആക്ച്വലി വിൻഡോസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. വിൻഡോസ് നിങ്ങൾ ഫസ്റ്റ് ടൈം മാക്കിക്ക് വരികയാണെങ്കിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ടു ആവാൻ കുറച്ചൊരു ടൈം എടുക്കും. എങ്കിലും വലിയൊരു പ്രോബ്ലമാറ്റിക് ഒന്നുമില്ല. കുറേ കമാൻഡ്സോ അങ്ങനത്തെയൊക്കെ സെയിം ആണ്, പക്ഷേ കുറേ ഡിഫറൻസസും ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അത് ഓൾറെഡി മാക് യൂസറാണെങ്കിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, വളരെ സ്മൂത്തർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ പ്രോസസ്സിങ് എബിലിറ്റി, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആസ്പെക്റ്റ്. മാക്ബുക്ക് പ്രോ M1 ആപ്പിൾ ക്ലെയിം ചെയ്യുന്ന ഈവൻ വിൻഡോസ് ലാപ്ടോപ്സിനേക്കാളും പവർഫുൾ ആണെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഫസ്റ്റ് 5 ഡേയ്സ് യൂസേജിൽ ഭയങ്കര ഡിഫറൻസ് ഒന്നും തോന്നിയില്ല കേട്ടോ. സത്യം പറയുക ഓൾമോസ്റ്റ് ഞാൻ യൂസ് ചെയ്തിരുന്ന ഡെൽ XPSഉം ഏസൂസിൻ്റെ Zephyrus 14 G14 സീരീസാണ്. അത് ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിരുന്നു. മറ്റേ Ryzen 9 സീരീസ് ആയിരുന്നു വന്നത്. അപ്പോൾ അത് വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് പെർഫോമൻസ് ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. ഞാൻ റെൻഡറിങ്ങോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിങ്ങോ ഫോട്ടോഷോപ്പോ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. ബേസിക് വർക്ക്സിൽ എനിക്ക് ഒരു ഡിഫറൻസും തോന്നിയില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പിന്നെ കീബോർഡ് നല്ല എക്സ്പീരിയൻസ് ആണ്. കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് വിൻഡോസ് ആയിട്ട്, പക്ഷേ നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ ട്രാക്ക് പാഡ് എനിക്ക് മിക്സഡ് പെർഫോമൻസ് വേണമെങ്കിൽ പറയാം. കാരണം ട്രാക്ക് പാഡ് നല്ലതാണ്, വളരെ സ്മൂത്താണ്. പക്ഷേ എൻ്റെ ഡെൽ XPSൽ ഞാൻ യൂസ് ചെയ്ത ട്രാക്ക് പാഡ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായി തോന്നി. പ്രത്യേകിച്ച് ഇതിലൊരു ചില സമയത്ത് നമ്മളെ കൈ കുറച്ചൊക്കെ ഡേർട്ടാണെങ്കിൽ കുറച്ചൊരു സ്റ്റിക്കി നേച്ചർ ഉണ്ട്. പക്ഷേ ഡെൽ XPSൽ അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നിയില്ല. അതൊരു ഡിഫറൻസ് ആയിട്ട് പറയാം. പിന്നെ ബാറ്ററി ലൈഫ്, സൂപ്പർ ബാറ്ററി ലൈഫാന്ന് പറയാം. തീർച്ചയായിട്ടും മോസ്റ്റ് ഓഫ് ദ വിൻഡോസ് ലാപ്ടോപ്സിനേക്കാളും ബെറ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാത്തിനേക്കാളും ബെറ്റർ ആണെന്ന് ഞാൻ പറയില്ല, കാരണം ചില ലാപ്ടോപ്സ് ഇതിനേക്കാളും ബെറ്ററായ വിൻഡോസിലുണ്ട്. പക്ഷേ അതിൽ പവർഫുൾ ആയിക്കൊള്ളുന്നില്ല. പക്ഷേ ബാറ്ററി ലൈഫ് വളരെ നല്ലതാണ്. ഒരു ദിവസം ഈസിലി ലാസ്റ്റ് ചെയ്യും. ഫുൾ ഡേ യൂസ് ചെയ്താൽ പോലും ബാറ്ററി നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതും കൊണ്ട് നല്ലതാണ്.
പിന്നെ ഓവറോൾ ടച്ച് ബാർ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു മിക്സഡ് ആയിരുന്നു. കാരണം എനിക്കത് വളരെ യൂസ്ഫുൾ ആയി തോന്നി. പക്ഷേ ഒരുപാട് പേര് റിവ്യൂസിലൊക്കെ പറയേണ്ടത് അതൊരു യൂസ് ഇല്ല എന്നുള്ളത്. പക്ഷേ എനിക്ക് പ്രോബ്ലി അത്ര വലിയൊരു കുഴപ്പമായിട്ട് തോന്നിയില്ല. ചില യൂസ് കേസസ് ഒക്കെ ഉണ്ട്, ആക്ച്വലി വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ ചില യൂസ് കേസസ് ഒക്കെ ഉണ്ട്. പക്ഷേ അത് നമ്മൾ യൂസ് ചെയ്താലേ നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഓവറോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് വളരെ നല്ലതാണ്. പക്ഷേ ആപ്പിൾ ക്ലെയിം ചെയ്ത പോലെ വളരെ പവർഫുള്ളായ എല്ലാ വിൻഡോസ് ലാപ്ടോപ്സിനേക്കാളും ബീറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ ക്ലെയിം അതിനോട് എനിക്ക് അത്ര യോജിക്കാൻ പറ്റുന്നില്ല. കാരണം പെർഫോമൻസ് വൈസ് വളരെ നല്ലതാണ്, മികച്ച പെർഫോമൻസാണ്. പക്ഷേ വിൻഡോസിലും ഇതേപോലത്തെ പവർഫുള്ളായ പ്രോസസ്സേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ നല്ല പെർഫോമൻസ് തരുന്ന ലാപ്ടോപ്സ് ഉണ്ട്. പിന്നെ റോ ബെഞ്ച് മാർക്ക് സ്കോർ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആപ്പിൾ M1 ബീറ്റ് ആയിരിക്കും. പക്ഷേ റോ ബെഞ്ച് മാർക്സ് അല്ല, യൂസർ എക്സ്പീരിയൻസിലാണ് കാര്യം. റോ ബെഞ്ച് മാർക്സ് ഒരു വശം, റോ ബെഞ്ച് മാർക്സ് കൊണ്ട് നമുക്ക് സ്കോർ ബെറ്റർ ആണെന്ന് പറയുമെങ്കിലും ആക്ച്വൽ എക്സ്പീരിയൻസിൽ ആപ്പ് ലോഡിങ് ടൈം, ആപ്പ് സ്ട്രക്ക് ആവുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പ്രോബ്ലി വേറൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ എല്ലാ ആപ്സും M1 ചിപ്പ് സെറ്റിന് ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കില്ല. അതുകൊണ്ടുകൂടിയായിരിക്കും ഇങ്ങനെ എനിക്ക് തോന്നിയത്. പക്ഷേ ഞാൻ ക്രമേണ പ്രോബ്ലി ഒരു മാസമൊക്കെ കഴിഞ്ഞ് യൂസ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഒരു പോസ്റ്റ് ഇടാം, റിവ്യൂ ഇടാം. അപ്പോൾ അതിൽ ഞാൻ വിശദമായി പറയാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് മാക്ബുക്ക് പ്രോ M1. ഫസ്റ്റ് ഫ്യൂ ഡേയ്സിലെ എക്സ്പീരിയൻസ് ആണ് മാക്ബുക്ക് പ്രോ M1ൻ്റെ യൂസാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ മാക്ബുക്ക് പ്രോ M1 പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു 1,22,000 ആണ് പ്രോ വേരിയൻ്റെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ആപ്പിൾ കെയറും അവൈലബിൾ ആണ്. മാക്ബുക്ക് എയർ M1 ആണെങ്കിൽ ഇതിലും ചീപ്പറാണ്, അറൗണ്ട് 92,000 ആണെന്ന് എൻ്റെ ഓർമ്മ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് രണ്ട് M1 സീരീസ് ഡിവൈസസ്, മാക്ബുക്ക് പ്രോ M1 മാക്ബുക്ക് എയറും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് 2020 അവസാന ദിവസമാണ്. എല്ലാവർക്കും ഞാൻ വളരെ ഹാപ്പി ആൻഡ് പ്രോസ്പറസ് 2021 നേരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഗീവ് അവേ ഇന്ന് എൻഡ് ചെയ്യാണ്. ഇന്ന് ഡിസംബർ 31 നമ്മുടെ ഗീവ് അവേ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നാണ് ലാസ്റ്റ് ഡേ. നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഞാൻ ഗീവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ വിഷിംഗ് യു ഓൾ വൺസ് അഗെയിൻ എ ഹാപ്പി ന്യൂ ഇയർ 2021. ഹാവ് എ ഗ്രേറ്റ് ഡേ.